Hello my dear friends, welcome to SciPro. നമുക്ക് അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ PYQ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ SciProയിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. Codes screens are. ഓക്കെ, കോഡ്സ് സ്ക്രീൻസ് ആർ. എന്താണ് ഈ കോഡ് സ്ക്രീൻ എന്ന് പറയുന്നത്? നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് തന്നെ ഉള്ള സ്റ്റെപ്പാണ് സ്ക്രീനിങ്. ഓക്കെ, കുറച്ച് ആൾക്കാരെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യുകയാണ്, നമ്മൾ സ്ക്രീൻ ചെയ്യുകയാണ് അല്ലേ. നമ്മൾ വെള്ളം മാത്രമാണ് അകത്തോട്ട് കയറ്റുന്നത്, കുറച്ച് ആൾക്കാരെ സ്ക്രീൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പല രീതിയിലുണ്ട്. അതായത് ഇപ്പോൾ കോഡ് സ്ക്രീൻ, അതുപോലെ തന്നെ മീഡിയം സ്ക്രീൻ, ഫൈൻ സ്ക്രീൻ, അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ കോഡ് സ്ക്രീൻ യൂസ് ചെയ്യുന്നത്? ഓക്കെ, എന്തിനായിരിക്കും നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഓരോരോ ഓപ്ഷൻസ് നോക്കാം അല്ലേ. ഇപ്പോൾ നമുക്കിവിടെ നോക്കാം. സ്ക്രീൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം കുറച്ച് ആളുകളെ മാറ്റി നിർത്തുകയാണ് അല്ലേ. അപ്പോൾ ഒന്ന് ആദ്യം തന്നെ നോക്കുക എന്തൊക്കെയാണ് ഓപ്ഷനിൽ വെച്ചേക്കുന്നതെന്ന് അല്ലേ. യൂസ് ടു റിമൂവ് ഓർഡർ അല്ലേ, നമുക്ക് പറ്റില്ല. യൂസ് ടു റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് NH3 അല്ലേ, അതും നമുക്ക് പറ്റില്ല. ഇനി അടുത്ത രണ്ടെണ്ണമാണ്. ഒന്ന് യൂസ് ടു റിമൂവ് ഓർഗാനിക് മെറ്റീരിയൽസ് ഫ്രം സീവേജ്. അടുത്ത ഓപ്ഷൻ എന്താ കൊടുത്തേക്കുന്നത്? യൂസ്ഡ് ടു റിമൂവ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ലൈക്ക് റാഗ്സ്, പേപ്പർ, വുഡ് ഫ്രം സീവേജ്. അതാണ് ആൻസർ വരുന്നത് അല്ലേ. വലിയ ആളുകളെ റിമൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് എത്തുമ്പോഴത്തേക്കും അതിൽ വലിയ തടിക്കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിമൂവ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്രീൻ അങ്ങ് വെച്ചേക്കുവാണ് അല്ലേ. വാട്ടർ വരുമ്പോഴത്തേക്കും അല്ലേ പല രീതിയിലുള്ള സ്ക്രീൻ, അതനുസരിച്ച് ഈ വാട്ടർ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഫ്ലോ ചെയ്ത് വരുമ്പോഴത്തേക്കും എന്താണ് ഈ വലിയ തടിക്കഷ്ണങ്ങളൊക്കെ അപ്പുറത്തുണ്ടാവും. മനസ്സിലായോ? ഇതാണ് നമ്മൾ കോഡ് സ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ടു റിമൂവ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ലൈക്ക് റാഗ്, പേപ്പർ, വുഡ് ഫ്രം സീവേജ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാനുണ്ട്, അത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് ഈ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ എക്സാമിനേഷന് നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസൊക്കെ ഇതുപോലെ ഒരു ജനറൽ നോളേജ് പോലെയുള്ള കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് സൈലൻറ്റ് സ്പ്രിംഗ് വാസ് റിട്ടൺ ബൈ ആരാണ്? അത് നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോൾ എൻവയോൺമെൻറ്റ് സയൻസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആൻസർ എഴുതാൻ പറ്റും. ബാക്കിയുള്ള സബ്ജക്റ്റുകാർക്ക് അത്ര അറിയാനുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? റേച്ചൽ കാർസൺ. അതായത് പെസ്റ്റിസൈഡ്സിനെയൊക്കെ പറ്റി അല്ലേ, പെസ്റ്റിസൈഡ്സിൻ്റെ പ്രശ്നങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ബുക്കാണ് സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മാർക്കൊക്കെ ഈ രീതിയിൽ വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നമുക്ക് ആ സിലബസിൽ വരുന്നത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് അല്ലേ. നമ്മൾ പെസ്റ്റിസൈഡ്സിനെ ഒക്കെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും അതിനെപ്പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ചില ക്വസ്റ്റ്യൻസൊക്കെ തന്നെ നമ്മൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ തന്നെയൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇത്രയോ നാളായിട്ട് അറിയാത്ത ആളുകളുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കണം, പിന്നെ അത് റിവിഷൻ ചെയ്യണം അല്ലേ, പിന്നെ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാതെ എക്സാമിനേഷൻ അടുത്തതിന് ശേഷം എക്സാമിനേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞ ശേഷം സിലബസ് തീർക്കാമെന്ന് വിചാരിച്ചിരിക്കരുത്. അപ്പോൾ അങ്ങനെ സിലബസ് തീർക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ, നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് എത്താവുള്ളൂ, അങ്ങനെ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നുകൊണ്ട് കാര്യമില്ല, നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ നോക്കണം. അപ്പോൾ നമ്മൾ മാക്സിമം പഠിക്കണം. നേരത്തെ പഠിച്ച് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സാം എടുക്കുമ്പോൾ എന്താ റിവിഷൻ അത് റിവിഷൻ പഠിച്ചതെല്ലാം ഒന്ന് ഓർത്തെടുത്ത് പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. ബാക്കി ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒന്നും നടക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കെല്ലാം വേണം, പറഞ്ഞു തരാം നിങ്ങൾക്ക് കേട്ടോ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്.
ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ മൈക്രോബയോളജിയിലാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യം തന്നെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ പോസിറ്റീവായിട്ടുള്ള ആൻസേഴ്സ് ആണോ നമ്മൾ എഴുതേണ്ടത്, നെഗറ്റീവായിട്ടുള്ള ആൻസേഴ്സ് ആണോ എഴുതേണ്ടതെന്ന് നോക്കണം. നമ്മൾ മിക്കപ്പോഴും ഇതൊന്നും ചിന്തിക്കില്ല. എന്ത് ചെയ്യും നിങ്ങൾ? പെട്ടെന്നങ്ങ് നോക്കും, എന്നിട്ട് ആൻസർ എഴുതാൻ നോക്കും അല്ലേ. ചിലപ്പോൾ അത് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയേ, ബിഫോർ സ്റ്റെയിനിങ് ഓൾ ബാക്ടീരിയ ആർ കളർലെസ് അല്ലേ. നമുക്ക് ഏകദേശം ഒരു ജനറൽ കാര്യമാണ്, അത് ശരിയാണ്, അങ്ങനെ നമുക്ക് പറയാം. ചില ആൾക്കാർ കളേർഡ് ഉണ്ട്, എന്നാലും ജനറലായിട്ട് നമുക്ക് പറയാം ബിഫോർ സ്റ്റെയിനിങ് ഓൾ ദ ബാക്ടീരിയ ആർ കളർലെസ് അല്ലേ. ഇനി സ്റ്റെയിനിങ്ങിന് ശേഷം ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ആർ സ്റ്റെയിൻഡ് റെഡ്, അങ്ങനെയാണോ? അല്ല അല്ലേ. അവർക്ക് എന്ത് കളറാണ്? പോസിറ്റീവ് ബാക്ടീരിയക്ക് എന്താ കിട്ടുന്നത്? ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ പർപ്പിൾ അല്ലേ, പർപ്പിൾ അല്ലെങ്കിൽ നമുക്ക് പർപ്പിൾ വയലറ്റ് ആ രീതിയിൽ കളർ പറയാം. ഇനി ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ സ്റ്റെയിൻഡ് വയലറ്റ് ആണോ? അല്ല. അവരെന്താണ്? അവർ റെഡ് കളർ അല്ലേ വരുന്നത്. ഇവിടെ നേരെ തിരിച്ചാണ് അവർ എഴുതിയേക്കുന്നത്. ഇത് ഇപ്പുറത്തോട്ടും റെഡ് ഗ്രാം നെഗറ്റീവിനും ആയിരുന്നെങ്കിൽ ശരിയായിരിക്കും അല്ലേ, ആൻസർ ശരിയാവും. പക്ഷേ ഇത് രണ്ടും സെൻറ്റൻസ് തെറ്റാണ്. ഇനി ഇൻ ഗ്രാം സ്റ്റെയിനിങ് ഓഫ് ബാക്ടീരിയ ലൂഗോൾസ് അയഡിൻ ഈസ് യൂസ്ഡ് ആസ് മോർഡൻറ്റ്, അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇത്രയും നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കാനായിട്ട് ടൈം കിട്ടണമെന്നുണ്ടാവില്ല ചില സമയത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ എന്താണ് കൊടുത്തേക്കുന്നത് അതനുസരിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ റീഡ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. അതായത് ഒരു ലിങ്ക് ചെയ്തിട്ടുള്ള മെത്തേഡ്, അതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ് അല്ലേ, അത് അല്ല. ഇനി ഓൾ ദ സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്, അതും അല്ല. ഓക്കെ, ഇനി ബോത്ത് 1 and 2 ആർ കറക്റ്റ്, അല്ല, 2 അവിടെ തെറ്റാണ്. ഓക്കെ, ഇനി ബോത്ത് 2 and 3 ആർ ഇൻകറക്റ്റ്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തേക്കണ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, കണ്ടോ, ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചൂസ് ദ ഇൻകറക്റ്റ് ഓപ്ഷൻസ് എന്നുള്ളതല്ല അല്ലേ, എന്താണ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, എന്താണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും തെറ്റിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, മനസ്സിലായോ? നമുക്കിവിടെ തെറ്റായി പോയേക്കുന്നത് ഏതൊക്കെയാണ്? 2ഉം 3യും ഇൻകറക്റ്റ് ആണ്. അപ്പോൾ സി ആണ് ഇവിടെ ആൻസർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെയേ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് കുറേ റീഡ് ചെയ്തിട്ടുണ്ട്, കുറേ നമ്മൾ ക്ലാസ് കണ്ട് പഠിച്ചു, പക്ഷേ അത് മാത്രം പോരാ. നമ്മൾ ക്വസ്റ്റ്യനും കൂടി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായോ? അതാണ് അതിൻ്റെ കാര്യം. അല്ലെങ്കിൽ നമുക്ക് എല്ലാം അറിയാം, അവിടെ ഉണ്ടല്ലോ ആൻസർ, അവിടെ ഉണ്ടല്ലോ അല്ലേ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് കറക്റ്റായിട്ട് ആൻസർ ചെയ്തെടുക്കാനായിട്ട് സമയമെടുക്കും. ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് പറയുന്ന കൂട്ടല്ലല്ലോ എക്സാം ഹോളിൽ. എന്താണ് നമ്മുടെ മാനസികാവസ്ഥ വേറെ ആയിരിക്കും. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അപ്പോൾ എന്താവും, അപ്പോഴേ നമ്മുടെ അല്ലേ ഫുള്ള് ടെൻസ്ഡ് ആവും നമ്മൾ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമ്മുടെ പകുതി ബ്രെയിൻ ചിലപ്പോൾ പ്രവർത്തിക്കില്ല, പഠിച്ചതൊക്കെ വെറുതെ ആയോ എന്നൊക്കെ അങ്ങനെയുള്ള ചിന്തയിലൂടെ നമ്മൾ പോയി തെറ്റിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ശ്രദ്ധയോട് വേണം എക്സാമിനേഷൻ എഴുതാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പഠിക്കണം, ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇനി ഫൈൻഡ് ദ ഓഡ് വൺ അല്ലേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് ഡ്രാക്കോൺ. ഓക്കെ, പക്ഷെ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു അസംഷൻ തെറ്റിപ്പോവും. കാണുമ്പോൾ തന്നെ അറിയാമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കില്ല ആൻസർ. ഇവിടെ എന്താണ് ന്യൂക്ലിയിക് ആസിഡ് അല്ലേ നമ്മുടെ ബോഡിയിലുള്ളത്. അതായത് ഒരു നാച്ചുറൽ ആണ്, നാച്ചുറൽ പോളിമറാണ്. ഓക്കെ, സെല്ലുലോസ് അതും നേച്ചുറലുള്ളതാണ്. റബ്ബറും അല്ലേ പ്ലാന്റ്സ് ഹീവിയെന്ന് കിട്ടുന്നതാണ്. ഡ്രാക്കോൺ മാത്രമാണ് എന്ത് ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ആൾ. ഓക്കെ, അതാണ് ഇവിടെ ആൻസർ വരുന്നത്. ഡ്രാക്കോൺ എന്ന് പറയുന്നത് എന്താണ് ഒരു പോളിയെസ്റ്റർ ഫൈബറാണ് കേട്ടോ, പോളിയെസ്റ്റർ ഫൈബർ. ബാക്കിയെല്ലാം നാച്ചുറൽ പോളിമറാണ്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് എന്താണ്? ഓപ്ഷനിൽ 1 കറക്റ്റ്, 2 കറക്റ്റ്, 2 തെറ്റ്, 2 ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സൊല്യൂഷൻസ് ആർ ഹോമോജീനസ് മിക്സ്ചർ ഓഫ് 2 or more സബ്സ്റ്റൻസസ് സച്ച് ആസ് സോളിഡ് ആകാം, ലിക്വിഡ് ആകാം, ഗ്യാസസ് ആകാം. അത് ശരിയാണല്ലോ, അതാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു ഹെൻറീസ് ലോ ദ സൊല്യൂബിലിറ്റി ഓഫ് എ ഗ്യാസ് in a liquid is directly proportional to the partial pressure of the gases over the solution. അതും കറക്റ്റാണ്. ഓക്കെ, അതായത് നമുക്ക് പറയാം ഇൻക്രീസ്ഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസസ് എന്താക്കും? ഇൻക്രീസസ് its solubility in liquid. Okay, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആൻസർ എന്താണ്? ബോത്ത് ആർ കറക്റ്റ്. ഓക്കെ, ഇനി അടുത്തത് PCR പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, ദ കോഫാക്ടർ ഫോർ ദ എൻസൈം റിയാക്ഷൻ ഇൻ PCR. എന്താണ് PCR-ൻ്റെ കോഫാക്ടർ? എന്താണ്? നമുക്കറിയാം, മഗ്നീഷ്യം അല്ലേ. നമ്മൾ മഗ്നീഷ്യം ക്ലോറൈഡ് തന്നെ പല കോൺസെൻട്രേഷനിൽ കൊടുക്കും അല്ലേ, എന്നാലാണ് അതും കറക്റ്റ് കോൺസെൻട്രേഷനൊക്കെ ആകുമ്പോഴാണ് നമുക്ക് നല്ല PCR പ്രോഡക്റ്റൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ കോഫാക്ടർ ആരാണ്? മഗ്നീഷ്യം. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യം C ആണ്. ഇവിടെ പൊട്ടാസ്യം കൂടി കൊടുത്തിട്ടുണ്ട്. പൊട്ടാസ്യം എന്ന് പറയുന്നത് ശരിക്കും ബഫറിൽ വരുന്ന ഒരാളാണ്. നമുക്ക് കോഫാക്ടർ അല്ലേ അത്രത്തോളം ആവശ്യമുള്ള ഒരാളാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഓപ്ഷനിൽ 2 കൂടെ ഒന്നിച്ചാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇല്ല, പൊട്ടാസ്യം മാറ്റി വെച്ചാൽ ഞാനിവിടെ ആൻസർ ചെയ്തോളൂ, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ആൻസർ എന്താണ്? C അല്ലേ. നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തേണ്ടി വരും നമുക്ക് മാർക്ക് കിട്ടണമെങ്കിൽ. അപ്പോൾ കോഫാക്ടർ ഫോർ ദ എൻസൈം റിയാക്ഷൻ ഇൻ PCR ഈസ് മഗ്നീഷ്യം ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് പൊട്ടാസ്യത്തിനില്ല. ഓക്കെ, മഗ്നീഷ്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിയിട്ട് ബഫറിൽ ചേർക്കാം. ഓക്കെ, അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നെ നമുക്ക് വേരി ചെയ്യാം. ഓക്കെ, നമ്മൾ എടുക്കുന്നത് എത്രയാണ്, നമ്മൾ അതിൻ്റെ ഒരു ഫൈനൽ നമ്മൾ സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് എത്രത്തോളം നമുക്ക് ഓരോ നോക്കാം. എത്രത്തോളം നമ്മൾ ബഫർ എത്രയാണ്, നമ്മൾ ഇപ്പോൾ ഒരു റിയാക്ഷന് നമ്മളിപ്പോൾ 20 ml എടുക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം മഗ്നീഷ്യം, എത്ര കോൺസെൻട്രേഷൻ, ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു ബഫറിൽ ആസച്ച് തന്നെ ഉണ്ടാകും. ഓക്കെ, അതിൻ്റെ കോൺസെൻട്രേഷൻ ഒന്നും നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നും ഇല്ല, ബഫറിൽ തന്നെ ഉണ്ട്. മഗ്നീഷ്യം നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ മഗ്നീഷ്യം, പിന്നെയാണ് പൊട്ടാസ്യം വരുന്നത്. നമുക്കിവിടെ ഓപ്ഷനിൽ 2 പേരെ ഒന്നിച്ച് കൊടുത്തേക്കുന്നതുകൊണ്ട് അത് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാവണം. ഓക്കെ, നമ്മൾ പഠിച്ച അതേ ഇത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതേ ആൻസർ വന്നു കഴിഞ്ഞാൽ ഞാൻ എഴുതോളം എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി അടുത്തത് ഡാഷ് കെമിക്കൽ സബ്സ്റ്റൻസസ് ദാറ്റ് പെർസിസ്റ്റ് ഇൻ ദ എൻവയോൺമെൻറ്റ്. എന്നിട്ട് എന്താകും? ബയോ അക്യൂമുലേറ്റ് ത്രൂ ദ ഫുഡ് വെബ് ആൻഡ് പോസ് എ റിസ്ക് കോസിങ് അഡ്വേഴ്സ് എഫക്റ്റ് ടു ഹ്യൂമൻ ഹെൽത്ത്. ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ? അതായത് എൻവയോൺമെൻറ്റിൽ പെർസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ തന്നെ ഇവിടെ ആൻസർ കിട്ടി. എന്താണ്? പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ DDT. ഇവരെന്താണ്? ഇവർ ഡീഗ്രേഡ് ചെയ്തൊന്നും അങ്ങനെ പോകുന്നില്ല പെട്ടെന്ന്. ഇവർ നമ്മുടെ ഫുഡ് വെബിലൂടെ അല്ലേ, ഇപ്പോൾ വാട്ടറിലാണ് അത് പൊള്യൂട്ട് ആകുന്നതെങ്കിൽ അല്ലേ, വാട്ടർ പൊള്യൂട്ടൻ്റ് ആണെങ്കിൽ അത് പിന്നീട് നമ്മുടെ ഫുഡ് വെബിൽ ഓരോ സ്റ്റേജ് കടന്ന് അല്ലേ, ഒരാളെ ഭക്ഷിച്ച് അടുത്ത ആൾ അങ്ങനെ എന്താ ഫൈനലി നമ്മുടെ ബോഡിയിലെത്തുന്നു അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ബ്രസ്റ്റ് മിൽക്കിൽ വരെ എന്തുണ്ട്? DDT ഉണ്ട് അല്ലേ. അതെന്താണ്? ഒരു ബയോ അക്യുമുലേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പൊള്യൂട്ടൻറ്റിനെ പറയുന്ന പേരാണ് പെർസിസ്റ്റൻ്റ് ഓർഗാനിക് പൊള്യൂട്ടൻ്റ്. നമ്മുടെ ഈ ഒരു അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൽ ഈ ഒരു പൊള്യൂട്ടൻസ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാം പഠിക്കണം. നിങ്ങൾക്ക് ജോബ് കിട്ടിക്കഴിഞ്ഞാലും ഇതെല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് അല്ലേ. ജോലി കിട്ടിയിട്ട് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ നമ്മൾ നന്നായിട്ട് പഠിച്ചാലേ എക്സാമിനേഷൻ എഴുതി നമുക്ക് ജോലി കിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു പൊള്യൂട്ടൻസിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. പൊള്യൂട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഠിക്കാനുണ്ട്, കുറച്ച് വാസ്റ്റായിട്ടുള്ള അല്ലേ. ടോക്സിക്കോളജി എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റായിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ,
ഇനി ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദ ഫോളോയിങ്. നമുക്ക് പല പല കാര്യങ്ങളാണ് ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരും, ഒരേ സബ്ജക്റ്റ് അല്ലാതെ പല പല കാര്യങ്ങൾ പോലെ പല പല സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ക്വസ്റ്റ്യൻ വരും. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? അഗർ ഈസ് ആൻ എക്സ്ട്രാക്റ്റ് ഫ്രം റെഡ് ആൽഗി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശരിയാണ്. അഗർ ഒരു പോളിസാക്കറൈഡ് ആണ്. ഓക്കെ, ശരിയാണ്. ആഡിങ് എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് സെൽ. ഓക്കെ, സെൽ അതായത് നമ്മുടെ ഇപ്പോൾ മൈക്രോബ് ടു ദ മീഡിയം ഈസ് കോൾഡ് ഇനോക്കുലേഷൻ. അതും നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന കാര്യമാണ്, ശരിയാണ്. അപ്പോൾ തെറ്റേതാണ്? ലാസ്റ്റ് ആയിരിക്കും. നമുക്ക് വായിച്ചു നോക്കാം. മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ബി കൾച്ചേർഡ് ഓൺലി ഇൻ സോളിഡ് മീഡിയം. അല്ലല്ലോ, നമുക്ക് ലിക്വിഡ് മീഡിയത്തിലും കൾച്ചർ ചെയ്യാം. അപ്പോൾ ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഇനി HSP60 chaperone സംടൈംസ് കോൾഡ് എന്താണ്? ഇവിടെ തന്നെ ആൻസർ കിടപ്പുണ്ട് അല്ലേ? എന്താണ് ആൻസർ? ചാപ്പറോണിൻസ്. ഓക്കെ, അതായത് നമ്മുടെ പ്രോട്ടീൻ ഫോൾഡിങ്ങിലൊക്കെ വരുന്ന ആൾക്കാർ. ഓക്കെ, അത് സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഡയറക്റ്റായിട്ട് വരും. ഇനി അടുത്തത് വെൻ RBC ആർ പ്ലേസ്ഡ് ഇൻ എ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ. അപ്പോൾ എന്താണ് ഇത്? നമ്മുടെ RBC അല്ലേ? RBC അത് നമ്മൾ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻ, ഹൈപ്പോട്ടോണിക്കിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സെൽസ് റിമെയിൻ അൺചേഞ്ച്ഡ് ആണോ? അല്ല. സെൽ ഷ്രിങ്ക് ആൻഡ് എവഞ്ച്വലി സീസ് ഫങ്ഷൻ. അല്ല. ഹൈപ്പോട്ടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അവിടെ നമുക്ക് അല്ലേ വാട്ടർ കൂടുതലായിരിക്കും അല്ലേ? സോൾവെൻറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ എങ്ങോട്ടാണ് അവരുടെ മൂവ്മെൻറ്റ്? വാട്ടർ എങ്ങോട്ട് കയറും? അകത്തോട്ട് കയറും. ഓക്കെ, കാരണം വാട്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. വാട്ടറിൻ്റെ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? വാട്ടർ അകത്തോട്ട് കയറി എന്ത് പറ്റും? സെല്ല് സ്വെല്ല് ചെയ്ത് ബസ്റ്റ് ആകും. ഓക്കെ, അതാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷനിലാണ് കൊണ്ടുപോയി വെക്കണമെങ്കിൽ എന്താകും? എല്ലാം സെല്ല് അല്ലേ പുറത്തോട്ട് അല്ലേ? സെല്ലിൻ്റെ അകത്തുള്ള ഈ ഒരു ലിക്വിഡ് കാര്യങ്ങളൊക്കെ പുറത്തോട്ട് ഇറങ്ങും. ഹൈപ്പർടോണിക്കിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ. ഹൈപ്പോട്ടോണിക്കിലാണ് കൊണ്ടുപോയി വെക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സെല്ല് പൊട്ടിപ്പോകുന്നു. നമ്മളൊരു മുന്തിരി തന്നെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? മുന്തിരി പൊട്ടിപ്പോവില്ല. ആ ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് കേട്ടോ. അത് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് സൈപ്രോയിൽ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 9048900024 കോൺടാക്റ്റ് ചെയ്താൽ മതി. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻറ്റിനോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിനോ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ MSc ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ രണ്ടിനും ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.